Hi friends, welcome back to the channel Imex Fitness. നമ്മുടെ ചാനലിന്റെ നെയിം ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്രിയാറ്റിനെ പറ്റിയാണ്. എന്താണ് ക്രിയാറ്റിൻ, എന്തിനാണ് ക്രിയാറ്റിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ക്രിയാറ്റിൻ യൂസ് ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ബേസിക് വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉള്ള സ്റ്റഡീസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കിഡ്നി അടിച്ചു പോവോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ അധികം ഡൗട്ട് പേഴ്സണലി എന്നോട് ചോദിക്കാറുമുണ്ട്. എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വളച്ചൊടിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ ഈസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള ഒരു നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജിയാണ് ക്രിയാറ്റിൻ. അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മസിൽ ടിഷ്യൂലാണ്. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കുമ്പോൾ ബീഫ്, ചിക്കൻ, ഫിഷ്, പോർക്ക് അങ്ങനെയുള്ള മാംസം അടങ്ങിയ ആഹാരങ്ങളിൽ നിന്നാണ് നമുക്ക് ക്രിയാറ്റിൻ കോമൺ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബീഫിൽ നിന്ന് കിട്ടുന്ന ക്രിയാറ്റിൻ വളരെയധികം കുറവാണ്. അതുമാത്രമല്ല, ബീഫും അല്ലെങ്കിൽ ചിക്കനും ഒന്നും നമുക്ക് ഡെയിലി പലപ്പോഴും അഫോർഡബിൾ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ സാഹചര്യം കാണത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ കാണത്തില്ല. അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ബീഫ് കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ അതിൻ്റെ അകത്തുനിന്ന് കിട്ടും, ഫാറ്റ് കിട്ടും, അങ്ങനെ അതിനകത്ത് നിന്ന് കുറേ അധികം വേറെയും കാര്യങ്ങൾ കിട്ടും. ചിക്കൻ ആണെങ്കിലും അത് തന്നെ. പക്ഷെ നമ്മളൊരു ക്രിയാറ്റിൻ ഒരു സപ്ലിമെന്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രിയാറ്റിൻ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ക്രിയാറ്റിൻ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഗുണം എന്താണെന്ന് നോക്കാം. ഇംപ്രൂവ്ഡ് മസിൽ പവർ ആൻഡ് സ്പീഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പവർ അല്ലെങ്കിൽ സ്ട്രെങ്ത്. നമുക്ക് ഈ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെയിറ്റ് ഇട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് സ്ട്രെങ്ത്. അപ്പോൾ ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ്. നമുക്ക് പക്ഷേ ബോഡി ബിൽഡിങ്ങിൽ പോകുന്ന ആൾക്കാർക്ക് സ്പീഡ് അത്രയും വേണ്ടെങ്കിൽ അത്ലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ബോക്സേഴ്സ്, റണ്ണേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് അവർ സ്പീഡ് കൂടാനാണ്. അപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്പീഡും സ്ട്രെങ്തും നമുക്ക് കൂട്ടാൻ കഴിയും. ഇനി നമുക്ക് ക്രിയാറ്റിൻ കഴിക്കുന്നവർ കിട്ടുന്ന രണ്ടാമത്തെ പോയിന്റ് നോക്കാം. എൻഹാൻസ്ഡ് എൻഡുറൻസ് ഡ്യൂറിങ് ഹൈ ഡെൻസിറ്റി വർക്കൗട്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ സ്റ്റാമിന നമുക്ക് വളരെയധികം കുറവായിരിക്കും. നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റാമിന, അതായത് ഹൈ ഡെൻസിറ്റി വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്പ്രിന്റിങ്, മൗണ്ടൻ ക്ലൈംബ്, അതുപോലെ തന്നെ ബർപ്പീസ് അങ്ങനെയുള്ള വർക്കൗട്ടാണ് ഹൈ ഡെൻസിറ്റി. നമ്മുടെ ബ്രീത്തിങ് കൂടുതൽ വരുന്ന വർക്കൗട്ടാണ് ഹൈ ഡെൻസിറ്റി വർക്കൗട്ടായിട്ട് നമ്മൾ കൂടുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി നമുക്ക് നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ആവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 10 പുള്ളപ്പ് ഇന്ന് അടിച്ചെന്ന് വിചാരിച്ചോ, അടുത്ത ആഴ്ച അതേ ദിവസം നമുക്കതിനെ ഒരു 12 to 14 റെപ്പോളം നമുക്കതിനെ കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഫാസ്റ്റർ മസിൽ റിക്കവറി. നമുക്കറിയാം, നമ്മൾ ബോഡി ബിൽഡിങ്ങിലാണെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പോകുന്നവരാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് മസിൽ റിക്കവറി. അതായത് ഈ മസിൽ റിക്കവർ ആയാൽ മാത്രമേ നമുക്ക് കൂടുതൽ നന്നായിട്ട് ട്രെയിൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാനാണെങ്കിലും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി നമ്മുടെ മസിൽ റിക്കവറി നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് PSCR അല്ലെങ്കിൽ പോസ്പോ ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മുടെ മസിൽ റിക്കവറിയും ക്രിയാറ്റിൻ ചെയ്യുന്നത് കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കുറേ അധികം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് മാത്രം. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. ഇൻക്രീസിങ് മസിൽ മാസ്. ഒരാൾ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന മസിൽ മാസ് നമുക്ക് ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി 7 മാസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം ഒരു വർഷം നമുക്ക് ക്രിയാറ്റിൻ കഴിക്കുന്നതുകൊണ്ട് മാത്രം 1.5 കിലോ മസിൽ മാസ് നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷെ എനിക്ക് വന്നൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി നമുക്ക് ആദ്യമേ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മസിൽ മാസ് നല്ലോണം വന്നതുപോലെ തോന്നും. പക്ഷെ അത് ആക്ച്വലി മസിലല്ല, അത് വാട്ടറാണ്. കാരണം നമ്മുടെ ക്രിയാറ്റിൻ സ്റ്റോർ ചെയ്യപ്പെടുന്നത് മസിൽ ടിഷ്യൂലാണ്.
ഇപ്പൊ ഈ ക്രിയാറ്റിൻ വെള്ളം കൊണ്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രിയാറ്റിൻ മസിൽ ടിഷ്യൂവിൽ വെള്ളം കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് മാസായെന്ന്, അല്ലെങ്കിൽ നല്ലോണം മസിലായെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് ആക്ച്വലി മസിലായിരിക്കത്തില്ല, വാട്ടർ ആയിരിക്കും. നമ്മുടെ നല്ല റിസൾട്ട് നമുക്ക് നല്ലോണം കണ്ടു തുടങ്ങണമെങ്കിൽ ഏകദേശം 3 മാസത്തോളം എടുക്കും. പക്ഷെ നമുക്ക് ഒരു ബെനിഫിറ്റ് ആണ്, കാരണം നമുക്ക് നല്ലൊരു സൈസ് ആയതുപോലെ തോന്നും, നമുക്കൊന്ന് കോൺഫിഡൻസ് കൂടും. അപ്പം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ എന്താണ് ക്രിയാറ്റിൻ, എവിടാണ് ക്രിയാറ്റിൻ കാണപ്പെടുന്നത്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് ക്രിയാറ്റിൻ നമുക്ക് കിട്ടുന്നത്, ക്രിയാറ്റിൻ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിയാറ്റിൻ കഴിച്ചാൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഇല്ലെങ്കിൽ കിഡ്നി അടിച്ചു പോവോ, അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യങ്ങളും ഇല്ലെങ്കിൽ മിത്തുകളും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന കാര്യം, ക്രിയാറ്റിൻ സ്റ്റീറോയിഡ് ആണോ അല്ലയോ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ക്രിയാറ്റിൻ സ്റ്റീറോയിഡ് ആണെന്ന്. പക്ഷെ നമുക്കൊക്കെ അറിയാം, ഇതുവരെയായിട്ടും ജിമ്മിന്റെ പടി പോലും കാണാത്തവരാണ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം, കാരണം ക്രിയാറ്റിൻ ഈസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് എനർജി. നമുക്ക് ഫുഡിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സാധനം നമ്മളത് സപ്ലിമെന്റ് വഴി യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. ഇനി നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ കാര്യം നോക്കാം. ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമോ, അല്ലെങ്കിൽ കിഡ്നി അടിച്ചു പോകുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കുള്ള ഒരു സംശയമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ യാതൊരു കിഡ്നി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നിട്ടില്ല, അല്ലെങ്കിൽ കിഡ്നി ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ധൈര്യത്തെ നിങ്ങൾക്ക് ക്രിയാറ്റിൻ കഴിക്കാം, യാതൊരു വിഷയമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കിഡ്നി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ഒരു സപ്ലിമെന്റ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റാം. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, അത് നമുക്ക് ഡോക്ടറിനെ കണ്ടെങ്കിൽ മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ യാതൊരു വിഷയവും ഇല്ല, ഒരു ഹെൽത്തി പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തെ കഴിക്കാം. പക്ഷെ നിങ്ങളൊരു ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ക്രിയാറ്റിൻ കഴിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ കിഡ്നി ഹെൽത്തി ആണോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ കഴിക്കുക. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിയാറ്റിൻ അഡിക്റ്റീവ് ആണ്. ക്രിയാറ്റിൻ്റെ അകത്ത് യാതൊരു വിധ ഡ്രഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ക്രിയാറ്റിൻ, ഇല്ല ഡ്രഗ് ചെയ്യുന്ന ഒരു കാര്യമല്ല ക്രിയാറ്റിൻ. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ ഒരിക്കലും അഡിക്റ്റീവ് അല്ല. നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്രിയാറ്റിൻ വുമൻസിന് കഴിക്കാൻ പറ്റും. അതിന്റെ ആൻസർ യെസ് തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് ആമ്പിളാർക്ക് കൃത്യം, പെമ്പിളാർക്ക് കൃത്യം അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അത് അതിൻ്റെ അകത്ത് ഒരു ക്രിയാറ്റിന്റെ ബോക്സിലും എഴുതി വെച്ചിട്ടില്ല ഒള്ളി മെൻസ്, ഇല്ലെങ്കിൽ ഒള്ളി വുമൻസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ധൈര്യത്തെ കഴിക്കാം. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും, ഞാൻ ആ ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ ആ ബോഡി ബിൽഡർ ചേച്ചിയുടെ കൂട്ടാവോ, മസിലൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിങ്ങിൽ പോകുന്നവരെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കരുത്. കാരണം അവർ സ്റ്റീറോയിഡ് എടുത്ത് അവരവരുടെ പാഷൻ നോക്കി പോകുന്നവരായിരിക്കും. പക്ഷെ സാധാരണ ഒരു വുമൺ ക്രിയാറ്റിൻ കഴിക്കുന്നത് വഴി നിങ്ങൾ ഈ കാണുന്ന പോലെ ഉള്ള മസിലും കാര്യങ്ങളൊന്നും വരത്തില്ല. നിങ്ങൾക്ക് സ്ട്രെങ്തും മസിലും ഒക്കെ കൂടുമെങ്കിലും മെൻസിന്റെ കൂട്ട് തന്നെ ഒരുപാട് മസിലും കാര്യങ്ങളും ഒന്നും വരത്തില്ല. നിങ്ങൾക്കൊരു ആവറേജ് ഒരു മസിൽ മാത്രമേ വരത്തുള്ളൂ. കാരണം നിങ്ങളുടെ ശരീരത്തുള്ളത് ഈസ്ട്രജന്റെ അളവാണ്. അതുകൊണ്ട് തന്നെ ടെക്സോസിന്റെ അളവ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഓർത്ത് യാതൊരു വിധ പേടിയും വേണ്ട. നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാമിന വേണമെങ്കിൽ ക്രിയാറ്റിൻ യൂസ് ചെയ്യാം. സൈഡ് എഫക്ട്സും വരത്തില്ല, യാതൊരു വിധ കുഴപ്പവുമില്ല. ഓക്കെ. ലിസ്റ്റിൽ അഞ്ചാമത്തെ കാര്യം നോക്കാം. ക്രിയാറ്റിൻ കഴിക്കുന്ന വഴി ഹെയർ ലോസ് ഉണ്ടാകുമോ? ഇത് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഞാൻ ക്രിയാറ്റിൻ കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ മുടി കൊഴിയുന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ നോക്കാം. പണ്ട് നടന്നിട്ടുള്ള ഒരു പഠനത്തില്, റുബി പ്ലേസിൽ നടത്തിയ പഠനത്തില് അവരിൽ കണ്ട ഒരു കാര്യമാണ്, ക്രിയാറ്റിൻ കഴിച്ച വഴി അവർക്ക് ഹെയർ ലോസ് ഉണ്ടായത്. അതിന്റെ കാരണം അവർക്ക് DHTയുടെ അളവ് കൂടിയതാണ്. അവർക്ക് ടെക്സോസിന്റെ അളവ് കൂടാതെ തന്നെ DHTയുടെ അളവ് കൂടി അവർക്ക് ഹെയർ ലോസ് ഉണ്ടായ പഠനം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പഠനം ഇതിനായിട്ടും മുടി കൊഴിയുന്നെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി അത് സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ക്രിയാറ്റിൻ കഴിച്ച് നിങ്ങൾക്ക് ഹെയർ ലോസ് വരുന്നെന്ന്, ഇല്ലെങ്കിൽ ക്രിയാറ്റിൻ നിർത്തിയ ശേഷം ഹെയർ ലോസ് ഒരുപാട് കുറഞ്ഞെന്നൊക്കെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം ക്രിയാറ്റിൻ യൂസ് ചെയ്യുക.
പക്ഷെ എനിക്ക് പേഴ്സണലി അത് വന്നിട്ടില്ല. എനിക്ക് അറിയാവുന്നവർക്ക് അങ്ങനെ ആർക്കും വന്നിട്ടില്ല. നമുക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും ഓൾറെഡി നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് വഴിയാ ഇത് വരുന്നതെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്കത് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ നമ്മൾ എന്താണ് ക്രിയാറ്റിൻ എന്ന് നോക്കി, എവിടാണ് ക്രിയാറ്റിൻ കാണുന്നത് നോക്കി, എവിടെ നിന്നാണ് ക്രിയാറ്റിൻ കിട്ടുന്നത് നോക്കി, അതുപോലെ തന്നെ ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് നോക്കി, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന് ലോഡിംഗ് ഫേസും ഒന്ന് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോഡിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് 1 മാസം കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് 14 ദിവസം കൊണ്ട് കിട്ടും. അത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഗ്രാം ഇല്ലെങ്കിൽ 25 ഗ്രാം നമ്മൾ ക്രിയാറ്റിൻ ഒരു 5-7 ദിവസത്തേക്ക് നമ്മൾ കഴിക്കും. അങ്ങനെ കഴിച്ച് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ലോഡിംഗ് ഫേസ്. പക്ഷെ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 to 5 ഗ്രാംസോളം ക്രിയാറ്റിൻ നമ്മൾ ഡെയിലി കഴിക്കുന്നതാണ്. രണ്ടിന്റെ റിസൾട്ട് ഒന്ന് തന്നെയാണ്. മറ്റേതിന് കുറച്ചുകൂടെ എളുപ്പം കിട്ടുമെന്നേ ഉള്ളൂ. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5 ഗ്രാംസ് കഴിക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ഒക്കെ നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇല്ലെങ്കിൽ വയറുവേദന, ഇല്ലെങ്കിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ദഹനക്കേട് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് മാത്രം കഴിയുക. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് നോർമൽ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ലോഡിംഗ് ഫേസ് തന്നെ തുടരാം. പക്ഷെ ഇനി നിങ്ങൾക്ക് അത് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ രണ്ടെണ്ണത്തിനും യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല. ലോഡിംഗ് ഫേസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്താലും അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്താലും നമ്മുടെ കിഡ്നിക്കോ ഒന്നും യാതൊരു കുഴപ്പവും വരത്തില്ല. നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുന്ന സമയത്ത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്രിയാറ്റിൻ കഴിക്കുന്ന സമയത്ത് 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം വെച്ച് പിടിച്ചാൽ മതി. അതായത് ഇപ്പൊ 50 കിലോ ഉണ്ടെന്ന് വിചാരിച്ചു, 50 കിലോയ്ക്ക് 2 ലിറ്റർ വെള്ളം ആ ഒരു കണക്കിന് കുടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂറിൻ ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ 5-6 ലിറ്റർ ഒന്നും വെള്ളം കുടിച്ച് ഹെൽത്ത് കളയേണ്ട കാര്യമില്ല. അതൊന്നും കൂടെ ഹെൽത്തിന് കേടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും തന്ന് സ്വീകരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കുറവാണെന്ന് പല കൂട്ടുകാരും പറഞ്ഞായിരുന്നു. നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. ഒരു പുതിയൊരു ഫോൺ എടുക്കാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ.